നമസ്കാരം കൂട്ടുകാരെ. തെക്കൻ കേരളത്തിൽ ഇഞ്ചിക്കറിയാണ് പ്രധാനമെങ്കിൽ വടക്കൻ കേരളത്തിൽ അത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി തയ്യാറാക്കാനായി ആദ്യം ഒരു വലിയ നാരങ്ങയുടെ അളവിൽ പുളിയെടുത്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൈവച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കണം. അതിനോടൊപ്പം ശർക്കര പാവു കാച്ചാനായി ശർക്കരയിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ശർക്കര അലിഞ്ഞ് പാനി നന്നായിട്ട് കുറുകി വരുമ്പോൾ അരിച്ച് മാറ്റി വെക്കണം. ഇഞ്ചി വെള്ളത്തിലിട്ട് തൊലി ചരണ്ടി മണ്ണ് കളഞ്ഞ് വൃത്തിയാക്കി പൊടിപൊടിയായി അരിയണം. അതിനോടൊപ്പം പച്ചമുളക് വട്ടത്തിൽ അരിയണം. ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. അതിലേക്ക് രണ്ടായി മുറിച്ച ഉണങ്ങിയ വത്തൽമുളകും കറിവേപ്പിലയും ചെറുതായി വട്ടത്തിലരിഞ്ഞ പച്ചമുളകും പൊടിപൊടിയായി അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാടി മൂത്ത് അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ചെറിയ ചൂടിൽ നന്നായിട്ട് മൂപ്പിക്കണം. മസാലപ്പൊടി നന്നായി എണ്ണയിൽ ലയിച്ച് ചേരുമ്പോൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം ചേർത്ത് ചെറിയ ചൂടിൽ കറി നന്നായിട്ട് തിളപ്പിക്കണം. പുളിവെള്ളം തിളച്ച് കറി കുറുകി വരുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച കുറുകിയ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. പുളിവെള്ളവും ശർക്കരപ്പാനിയും നന്നായിട്ട് തിളച്ച് ഇഞ്ചിക്കറി അങ്ങനെ കുറുകി വരുന്ന നേരത്ത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്തിളക്കി അതിനോടൊപ്പം കായപ്പൊടിയും ചേർത്ത് ചെറിയ ചൂടിൽ നന്നായിട്ട് ഇളക്കി ഉപ്പും മധുരവും നോക്കി കറി വാങ്ങി വെക്കാം. ഒരു ദിവസം മുന്നേ മൺചട്ടിയിൽ തയ്യാറാക്കിയ പുളിയിഞ്ചി തണുത്തതിനു ശേഷം ചോറിനോടൊപ്പം സേവിക്കുന്നത് ഒരു പുണ്യമായ കാര്യം തന്നെ. മലബാറുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ സ്വന്തം പുളിയിഞ്ചിക്കറി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.